ആപ്കെ അദാലത്തിൽ സ്വാതി റിദംബരയുടെ മേലുള്ള കുറ്റം എന്താണെന്ന് വെച്ചാൽ ഇവർ രാമനാമത്തെ കൈവശപ്പെടുത്തിയിരിക്കുന്നു. ഇതാ നോക്കൂ, ഇത്രയും നാൾ താങ്കൾ എന്താണ് പറഞ്ഞത്? രാമൻ എല്ലാവർക്കും സ്വന്തമാണ്, എല്ലാവരുടെയും ഉള്ളിൽ രാമൻ ഉണ്ടെന്ന്. ഇപ്പോൾ രാമന്റെ ആ അമ്പലം പൂർണ്ണമായി നിർമ്മിച്ചിരിക്കുകയാണ്. പലരും എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ക്രെഡിറ്റ് BJPയും RSSും സ്വാതി റിദംബരയും കൈയടക്കിയെന്നാണ്. രജത് സർ, രാമനാണ് നമ്മുടെ അടയാളം. സത്യത്തിന്റെ വഴികാട്ടി അദ്ദേഹമല്ലേ? നല്ല ചിന്തകളുടെ അടിസ്ഥാനം തന്നെ അദ്ദേഹമല്ലേ? വേറൊരു സത്യം പറയണമെങ്കിൽ രാമൻ എന്റെ മനസ്സിനെ കവർന്നു കഴിഞ്ഞു രജത് സർ. രാമന് ഞാൻ അടിമയായി കഴിഞ്ഞു. അമ്പലം പൂർണ്ണമായും നിർമ്മിച്ചു കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിനുള്ളിൽ തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണല്ലോ. ഇതിന്റെ പിന്നിൽ വല്ല രാഷ്ട്രീയവും ഉണ്ടോ? അതിപ്പോ എങ്ങനെയാ പറയാ രജത് സർ? ഈ ചിന്തയുണ്ടല്ലോ, അതെന്റെ തപസ്യയാണ്. പിന്നെ അവിടെയുള്ള ആ കലശമുണ്ടല്ലോ, അതെന്റെ ചിന്തകൾക്ക് ഉണർവേകുന്നതാണ്. പിന്നെ ആ ഗർഭഗൃഹമുണ്ടല്ലോ, അത് കാലങ്ങളായുള്ള പല മനസ്സുകളുടെയും അസ്വസ്ഥതയുടെ ഫലമാണ്. അത് ഞങ്ങളുടെ സ്വപ്നമാണ്. അതാണ് അവിടെ മണ്ഡപമായി കാണുന്നത്. പിന്നെ അതിന്റെ ഉള്ളിലുള്ള ആ സ്തംഭമുണ്ടല്ലോ രജത് സർ, അതാണ് ഞങ്ങളുടെ ക്ഷമ. കർമ്മ ഒരുപക്ഷെ ഇങ്ങോട്ടും അങ്ങോട്ടുമാകാം, പക്ഷേ ഞങ്ങളുടെ ചിന്തയുണ്ടല്ലോ അത് ദൃഢമായതാണ്. അതുകൊണ്ടുതന്നെ ഞങ്ങൾ ഉണ്ടാക്കിയ ഈ ദൃഢമായ പാതയുണ്ടല്ലോ, അത് ഞങ്ങളുടെ ത്യാഗം കൊണ്ടുണ്ടായതാണ്. പിന്നെ ആ അമ്പലത്തിനു ചുറ്റും പടുത്തുയർത്തിയിരിക്കുന്ന മതിലുകളുണ്ടല്ലോ, അത് ഞങ്ങളുടെ ധർമ്മവ്യവസ്ഥയെയാണ് കാണിക്കുന്നത്. അത് ഞങ്ങളുടെ അഭിമാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത് നിലനിൽക്കുന്നതും. ഇതുകൊണ്ടുതന്നെ അവിടെ പകുതിയായി കഴിഞ്ഞതൊന്നുമില്ല. തീരുമാനം ശരിയായിരുന്നു. അതുപോലെ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും കുറച്ചു പണികൾ കൂടി ബാക്കിയുണ്ട്. ഞങ്ങളതില്ലാന്ന് പറഞ്ഞില്ല. പക്ഷേ ആ അമ്പലത്തിന്റെ പണി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, കലശവും അന്നു തന്നെ സ്ഥാപിച്ചു. അങ്ങനെ പതുക്കെ പതുക്കെ എല്ലാവരും ഇവിടെ വന്നണയും. ഒരുമയോടെ മനസ്സുകൊണ്ട് കെട്ടിയതാണ് ഈ അമ്പലം. അത് പുറത്തും പൂർണ്ണമായി കഴിഞ്ഞു. അഹങ്കാരം കൊണ്ട ജനങ്ങൾ തീർച്ചയായും തോറ്റുപോകും. അത് കാണാനല്ലേ പോകുന്നത്? ഇത് സത്യമാണ്. മീഡിയയോട് രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ അവിടെ നടന്ന ആ ഫംഗ്ഷൻ അത് നരേന്ദ്രമോദിയുടെ ഫംഗ്ഷനാണെന്ന്, രാമന്റെ ഫംഗ്ഷൻ അല്ലെന്ന്. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായാണ് സംഭവിക്കുന്നത്. ഈ നാട്ടിലെ പല കോടി ഭക്തജനങ്ങളുടെ മനസ്സും ചിന്തകളുമാണ് ഒന്നു ചേർന്നിരിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി ആദ്യം ഭൂമി പൂജയ്ക്ക് പോയത്. സാഷ്ടാംഗം അങ്ങ് പ്രണമിച്ചുപോയി. ഭൂമി പൂജയിൽ ഭൂമി തന്നെ ധന്യമായി. ഭാരത പാരമ്പര്യം തന്നെ തലയുയർത്തി നിന്നു. കാരണം നമ്മൾ അപമാനമെന്ന വിഷം കുടിച്ചാണ് ജീവിച്ചിരുന്നത് രജത് സർ. നമ്മളുണ്ടല്ലോ, നീലകണ്ഠനെ പോലെ വിഷം തൊണ്ടയിൽ വെച്ചാണ് ജീവിച്ചിരുന്നത്. എന്തിനു പറയുന്നു? നമ്മുടെ അമ്പലം നശിപ്പിച്ചത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപമാനപ്പെടുത്തിയിട്ടുണ്ട്, അടിച്ചമർത്തിയിട്ടുണ്ട്, ദുഷിച്ച വാക്കുകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യമായാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതായത് ഒരു നാടിന്റെ തന്നെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ഭാരതമാതാവിന്റെ പാരമ്പര്യം തന്റെ തലയിൽ ചുമന്നാണ് ജീവിക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട് രജത് സർ. നമ്മുടെ പ്രധാനമന്ത്രി അയോധ്യയുടെ തലയെഴുത്ത് മാറ്റാനല്ല പോകുന്നത്. പിന്നെ എന്തിനാണ് പോകുന്നത്? അദ്ദേഹം തന്റെ ഭാഗ്യത്തെ പവിത്രമാക്കുവാനാണ് പോകുന്നത്. ഒരു ഭാഗത്ത് ശങ്കരാചാര്യരുണ്ട്, സ്വാമി അഭിമുക്തേശ്വരാനന്ദ്. അവരൊക്കെ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ മോദി പോയതുകൊണ്ട് ഇത് പൊളിറ്റിക്കൽ ഫംഗ്ഷനായിട്ട് മാറിയെന്ന്. ഒരു രാജ്യത്തിലെ മുതിർന്നവർ ഇതുപോലുള്ള കാര്യങ്ങൾ തീരുമാനിച്ചാൽ ആ രാജ്യത്തെ പ്രധാനപ്പെട്ട ആൾ, അതായത് പ്രധാനമന്ത്രി, പണ്ടുകാലത്ത് ഇതൊക്കെ രാജാക്കന്മാരായിരുന്നു ചെയ്തിരുന്നത്. അവരായിരുന്നു എല്ലാം. അവിടെ നടക്കുന്ന എല്ലാ ശുഭകാര്യങ്ങളും ഇവരോട് ചോദിച്ചാണ് സംഭവിച്ചിരുന്നത്. എന്നാൽ ഇതാകട്ടെ ഒരു കമ്മിറ്റി തന്നെ തീരുമാനിച്ച ഒരു കാര്യമാണ്. ഇത് രാമജന്മഭൂമിയുടെ ട്രസ്റ്റ് എടുത്ത തീരുമാനമാണ്. ട്രസ്റ്റ് മുഖാന്തരമാണ് അദ്ദേഹത്തിന് ക്ഷണം പോയത്. മാത്രമല്ല രജത് സർ, നമ്മളൊക്കെ പുണ്യം ചെയ്തവരാണ്, സന്തോഷം നിറഞ്ഞവരാണ്. കാരണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഞങ്ങൾ ക്ഷണിച്ച ഉടനെ തന്നെ വേണ്ട മര്യാദയോടെ ഞങ്ങൾ സ്വീകരിച്ചു. അത് സന്തോഷമുള്ള കാര്യല്ലേ? പക്ഷെ മറ്റൊരു ശങ്കരാചാര്യർ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഇതെങ്ങനെ നടക്കും? ദൈവത്തിന്റെ വിഗ്രഹത്തിൽ, അതായത് രാംലല്ലയുടെ വിഗ്രഹത്തിൽ, അതിൽ നരേന്ദ്രമോദി തൊടുമ്പോൾ അടുത്തുനിന്ന് ശങ്കരാചാര്യർ കൈ അടിക്കണമോ എന്നാണ് അവർ ചോദിക്കുന്നത്. രജത് സർ, മഹാന്മാരായ പല സന്യാസിമാരും തന്റെ മഹത്വം വിളിച്ചോതുന്ന പീഠത്തിലിരുന്നു കൊണ്ട് മനസ്സു തുറന്ന ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചപ്പോൾ അവരുടെ അഭിപ്രായം എന്താണ്, അവരുടെ വിചാരം എന്താണ് എന്നൊക്കെ അവരെ വിളിച്ചു ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ വളരെ ചെറിയവളല്ലേ, എനിക്കതിനുള്ള അവകാശമില്ല.
എന്നാൽ എന്റെ സന്തോഷം പ്രകടിപ്പിക്കാനുള്ള മുഴുവൻ അധികാരവും എനിക്കുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയിരിക്കുന്നു. ഇന്ന് ലോകം തന്നെ അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുന്നു. കാരണം നമ്മുടെ രാമനാണ് അവിടെ അവതരിച്ചിരിക്കുന്നത്. ഈ ഒരു മുഹൂർത്തത്തിനായി ഞങ്ങൾ 500 വർഷമായി കാത്തിരിക്കുന്നു. ഇതത്ര ചെറിയ കാര്യമാണോ? എത്രയും വലിയ കാര്യമാണ്. വിശ്വാസം കൂടാതെ ദൈവാധീനം, ഒപ്പം നമ്മുടെ ആത്മാഭിമാനവും അതിനെപ്പോലെ അപമാനിച്ചിരുന്നില്ലേ? അതല്ലേ അവിടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ ശക്തികളും പൊതുജന ശക്തികളും ധാർമ്മിക ശക്തികളും എല്ലാമുണ്ട്. കൂട്ടത്തിൽ നിങ്ങളെപ്പോലുള്ള വലിയവരും. എന്തുകൊണ്ടാ പറയുന്നതെന്ന് വെച്ചാൽ, സത്യത്തെ മറതീർത്ത് ഒരു സമുദായത്തിലേക്ക് എടുത്തുകാട്ടിയിരിക്കുന്നു, ചാനലിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. രജത് സർ, സത്യം എപ്പോഴും കയ്പ് നിറഞ്ഞതായിരിക്കും. അതൊരമ്പിനെ പോലെ മനസ്സിൽ പോയി തറയ്ക്കും. ആ സത്യത്തെ പറയാനുള്ള ധൈര്യം നമ്മുടെ രജത് സാറിനെ പോലുള്ള വലിയ വലിയ അവതാരകർക്കേ പറ്റൂ. അതുകൊണ്ട് എപ്പോഴാണോ സർവശക്തികളും ഒന്നുചേർന്ന് അവിടേക്ക് പോകുന്നത്, അപ്പോൾ നാടിന്റെ പ്രധാനമന്ത്രിയും അവിടേക്ക് പോണ്ടേ? അതുകൊണ്ട് മറ്റൊരു അദ്ദേഹം കൈപ്പേറിയ സത്യവും പുറത്തു വന്നിരിക്കുകയാണ്. താങ്കളുടെ ശ്ലോകം എന്താണ്? രാമനാമം പറയുന്നവൻ തന്നെ അമ്പലം പണിയുമെന്നാണ്. അത് ആരോ ഒരാൾ ഗൂഗിൾ മാപ്പോട് കൂടി ഡിജിറ്റൽ മീഡിയയിൽ ഇട്ടിരിക്കുകയാണ്. അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ 3 കിലോമീറ്റർ ദൂരെയാണ് നിങ്ങൾ രാമന്റെ അമ്പലം പണിയുന്നതെന്ന്. രജത് സർ, എവിടെയാണോ ഗർഭഗൃഹമുള്ളത്, അതായത് ഇപ്പൊ എവിടെയാണോ രാമനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്, ആ സ്ഥലത്താണ് തുടർന്ന് 500 വർഷക്കാലമായി ആ സ്ഥലത്താണ് ഭക്തി പുരസ്കരം നമസ്കരിച്ചു വന്നിരുന്നത്. 500 വർഷമായി ആ സ്ഥലം രാമഭക്തന്മാർ വിട്ടുകൊടുത്തിരുന്നില്ല. ആ സ്ഥലത്താണ് ഗർഭഗൃഹം ഉണ്ടായിരിക്കുന്നത്. രാമഭഗവാനെ അവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 1 ഇഞ്ച് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയിട്ടില്ല. ഇതുണ്ടല്ലോ ഒരു വിമർശനമാണ്. ഇത് ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു പാഴ്ശ്രമമാണ്. ഇതിൽ എന്തായാലും തോറ്റുപോവുകയേ ഉള്ളൂ. ഈ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം കരുതുന്നത് ലോക്സഭാ ഇലക്ഷൻ വരാൻ പോകുന്നു, അതുകൊണ്ടാണ് അമ്പലത്തിലെ പ്രാൺ പ്രതിഷ്ഠ നിങ്ങൾ ധൃതി പിടിച്ച് ചെയ്തതെന്ന്. ഞങ്ങൾ ആദ്യം മുതൽക്ക് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രജത് സർ, രാമനാമം പാടിക്കൊണ്ട് കാവ്യവസ്ത്രം ധരിച്ചു വരുമെന്ന്, ഓരോ വീഥികൾ തോറും രാമനാമം ജപിച്ചു വരുമെന്ന്. കാശി, മധുര, പിന്നെ ഈ അയോധ്യയിലും ഒരുമിച്ച് കാഹളം മുഴക്കി നാം ഭാരതീയരെന്നു പറഞ്ഞു, ഈ ഭാരതം നമ്മുടെ നാടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് രജത് സർ ആദ്യം എന്താ പറഞ്ഞതെന്ന് വെച്ചാ, ഇലക്ഷൻ വരും പോകും, അമ്പലം കെട്ടും എന്നൊക്കെ പറയും. പക്ഷെ എപ്പോഴാ കെട്ടുക എന്നുള്ള തീയതി ഇവർ പറയില്ല. അന്നേരം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ അമ്പലം കെട്ടിക്കഴിഞ്ഞു. അത് കണ്ടിട്ട് അസൂയക്ക് കുറവൊന്നും വന്നില്ല. അസൂയുള്ളവർ എന്തും പറയുമല്ലോ. ആദ്യം അവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ ആദ്യം അമ്പലം കെട്ടാൻ താല്പര്യപ്പെടുന്നേ ഇല്ലെന്നാണ്. ഇലക്ഷനിൽ ഒരു ഇഷ്യൂ ആയിട്ട് വെക്കാമെന്ന് നിങ്ങൾ തീരുമാനിച്ചിരുന്നെന്ന്. എത്ര ഇലക്ഷൻ വന്നു, എത്ര ഇലക്ഷൻ നടന്നു കഴിഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി പലതരത്തിലും തങ്ങളെ തയ്യാറാക്കി വെച്ചു, മാനസികമായി എന്നും പറയാം. അതുകൊണ്ടല്ലേ നമ്മുടെ ശ്രീരാമന്റെ യാത്ര നമ്മുടെ സ്വന്തം ലാൽ കൃഷ്ണ അദ്വാനി തുടങ്ങി വെച്ചത്. അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്കറിയാലോ. എടുത്ത തീരുമാനത്തിൽ നിന്നും വ്യതിചലിക്കില്ല. അമ്പലം കെട്ടുമെന്നു പറഞ്ഞു, അമ്പലവും കെട്ടിക്കഴിഞ്ഞു. അമ്പലം കെട്ടിയത് ആർക്കൊക്കെയാണ് ഇഷ്ടപ്പെടാതെന്ന് വെച്ചാൽ രജത് സാർ, അവരാണിപ്പോ ഡിക്ലെയർ ചെയ്യേണ്ടത്. കൊടുത്ത വാക്ക് ഭാരതീയ ജനതാ പാർട്ടി നിറവേറ്റിയെന്നും ഞങ്ങൾ കൃഷ്ണ ജന്മഭൂമി കെട്ടാമെന്ന് വാക്ക് തരട്ടെ. ആ വാക്ക് അവർ നിറവേറ്റിയും തരട്ടെ. അതായത് നാട്ടിലുള്ള ജനങ്ങളുടെ വോട്ട് വേണമെങ്കിൽ അവരും ഇതുപോലെയുള്ള ഒരു വാക്ക്. അതാണ് രജത് സാർ ഞാൻ പറയാൻ വന്നത്. ഇതാണ് ശരി. ഹിന്ദുമതത്തിൽ ഉണ്ടായിരുന്നവർ ഒരുപാട് അപമാനങ്ങൾ താങ്ങിയാണ് ഇന്നിവിടെ എത്തിയത്. അവർ ജീവത്യാഗം ചെയ്തു, അപഹാസ്യരായി, ചവിട്ടി മെതിക്കപ്പെട്ടു. കാരണം ഈ വോട്ട് ചോദിച്ചു കൊണ്ടുവരുന്ന വൃത്തികെട്ട രാഷ്ട്രീയം രാഷ്ട്രീയക്കാരെ കുരുടന്മാരാക്കി കളഞ്ഞു. അവർ രഥയാത്ര നടത്തുന്നവരെ തോക്കുകൊണ്ട് വെടിവെച്ചു കൊന്നു, ഒരു സങ്കോചവും കൂടാതെ. ശരീരത്തിൽ കല്ല് കെട്ടിവെച്ച് നദിയിൽ കൊണ്ട് വലിച്ചെറിഞ്ഞു കളഞ്ഞു. പിന്നെ ഈ മണൽച്ചാക്കിനുള്ളിൽ ജീവനുള്ള ശരീരങ്ങൾ വലിഞ്ഞു മുറുക്കി കെട്ടി നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു. അപ്പോ ഇതൊന്നും ഒരു രാഷ്ട്രീയമല്ലേ? അതും വൃത്തികെട്ട രാഷ്ട്രീയം. വോട്ട് ഭിക്ഷ ചോദിക്കാനായി ഹിന്ദുക്കൾക്ക് ഇങ്ങനെയൊക്കെ ദ്രോഹം ചെയ്തതിൽ ആർക്കും ഒരു വേദനയുമില്ലേ? ഭാരതീയ ജനതാ പാർട്ടി രാമനുള്ള അമ്പലം കെട്ടണമെന്ന് പറഞ്ഞപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഒരു രാഷ്ട്രീയം കൊണ്ടുവന്നതെന്ന് പറയുകയാണെങ്കിൽ പറയട്ടെ. അതെ, ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയമാണ് വേണ്ടത്. അത് ഭാരത പാരമ്പര്യത്തെ പരമോന്നതിയിലെത്തിക്കണം. പദവിയെ അനുകൂലിച്ചുകൊണ്ട് സത്യത്തിനു വേണ്ടി അധ്വാനിക്കട്ടെ. ഇത് കാണുവാനാണ് ഞങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത് രജത് സർ. അവരുടെ പ്രശ്നം മോദിയുടെ കൂടാണ്. രാമന്റെ അമ്പലം നിർമ്മിക്കുന്നതിന് അദ്ദേഹം എന്ത് പ്രയത്നമാണ് ചെയ്തതെന്ന് ചോദിക്കുന്നു. സുപ്രീം കോടതിയുടെ ഓർഡർ അനുസരിച്ചല്ലേ കെട്ടുന്നത്. അതുകൊണ്ട് മോദിയെ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഒരുപാട് കാലായി എല്ലാരും കാത്തിരുന്നതാണ് ഇന്ന് വിധി വരും നാളെ വിധി വരും എന്നൊക്കെ.
ഞങ്ങളുടെ ഡോക്യുമെന്റ്സ് മുതൽ പാസ്പോർട്ട് വരേക്കും ഈ കോർട്ട് ജപ്തി ചെയ്തു കൊണ്ടുപോയിരുന്നു. ശരി, ഞങ്ങൾ കുറ്റവാളികൾ തന്നെ ആയിക്കോട്ടെ, കാരണം ഞങ്ങളുടെ മേൽ പഴി ചുമത്തപ്പെട്ടിരുന്നു. ഇതുപോലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങളും അനുഭവിച്ചില്ലേ? കൂടാതെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രജത് സർ, ആരു വേണമെങ്കിലും അടിത്തറ കെട്ടട്ടെ, ആരു വേണമെങ്കിലും ചുമര് കെട്ടട്ടെ, എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടില്ല. അമ്പലത്തിനു മുകളിൽ കൊടി നാട്ടാനുള്ള ഭാഗ്യം ആർക്കാ കിട്ടിയത്? അത് മോദി സാറിനല്ലേ? മോദിജിക്കല്ലേ ആ ഭാഗ്യം ഉണ്ടായത്? ഇതൊരു പുണ്യമായ കാര്യമല്ലേ? പൂർവജന്മത്തിൽ ചെയ്ത പുണ്യമാണ് ഇത് അദ്ദേഹത്തിന്റെ കൈകളിൽ എത്തിച്ചേർന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കാലത്തിൽ വിധി വന്നത്, അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അമ്പലം കെട്ടിയത്. അവരാകട്ടെ മര്യാദയോടെ ക്ഷണവും സ്വീകരിച്ചു. തിരശീല നീങ്ങുമ്പോ അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കും. നമ്മുടെ മോദിജി അവിടെയാ നിൽക്കുക. ഇത് അദ്ദേഹത്തിന് കിട്ടിയ ഭാഗ്യമാണെന്നേ ഞാൻ പറയൂ. എന്റെ ഊഹം ശരിയാണെങ്കിൽ 2008 ഗുജറാത്തിൽ ഒരു സഭയിൽ വെച്ച് താങ്കൾ പറഞ്ഞു ഇദ്ദേഹം ഗുജറാത്തിന്റെ CM മാത്രമല്ല ഇന്ത്യയുടെ PM ആയിട്ട് മാറുമെന്ന്. ഞാൻ പറഞ്ഞിരുന്നു രജത് സർ. ഞാൻ അദ്ദേഹത്തിൽ ഒരു പ്രത്യേകത കണ്ടിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന് ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഈ ഭാരതത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീജനങ്ങൾക്ക് അദ്ദേഹത്താൽ മറുജന്മം നൽകാൻ കഴിയും. ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന ഒരാളുടെ മുഖത്ത് ചിരി കൊണ്ടുവരാൻ കഴിയും. അദ്ദേഹം പക്ഷാഭേദമില്ലാതെ എല്ലാവരുടെ ജീവിതത്തെയും സന്തോഷം നിറഞ്ഞതാക്കി തീർക്കും. മാത്രമല്ല, ഇദ്ദേഹം വേറെ ആരുമല്ല. ധ്വനി സാർ നടത്തിയ രഥയാത്രയിൽ ഇദ്ദേഹം മുഖ്യമായൊരു പങ്ക് വഹിച്ചിരുന്നു. ഭാരതത്തിലെ ജനങ്ങളെ ഒന്നടങ്കം ഒന്നു ചേർക്കാനായി അദ്ദേഹം ശ്രമിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ നമ്മുടെ ഭാരതഭരണം കിട്ടിയപ്പോ ഭാരതപ്പെരുമ എങ്ങോ പോയി കളഞ്ഞു. നമ്മുടെ ഭാരതം ഇന്ന് ലോകത്തിനു മുമ്പിൽ തല നിവർന്നു നിൽക്കുന്നു. അതുകൊണ്ടാണ് ഹൃദയപൂർവ്വം ഞാൻ ഈ വാക്കുകൾ പറഞ്ഞത്. എന്നെപ്പോലുള്ള സന്യാസിനികൾ എന്തിനെ എന്റെ ഗുരുദേവൻ തന്നെ പറയുമായിരുന്നു. നരേന്ദ്രമോദിജിയെ കണ്ടാ തന്നെ പറയുമായിരുന്നു. എനിക്ക് തോന്നിയിരുന്നത് അത് എങ്ങനെയാന്ന് വെച്ചാൽ, അതുണ്ടല്ലോ രജത് സർ, എന്നെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ ശിവഭഗവാനെ ആരാധിക്കുന്നവളാണ്. കൈലാസത്തെ ഞാൻ എന്റെ വീടായാണ് വിചാരിക്കുന്നത്. ദൈവത്തിന്റെ സേനാധിപതിയാവുക എന്നുള്ളതാണ് എന്റെ ജീവിത ലക്ഷ്യം. പഞ്ചഭൂതങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പല വിവരങ്ങളും ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അഭിമാനപൂർവ്വം ഞങ്ങൾ ജീവിച്ചു വരുന്നു. പലതും ഞങ്ങൾ സഹിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഞങ്ങൾ മനസ്സ് കൈവിട്ടില്ല. വിശ്വാസത്തെ ഞങ്ങൾ കൈമോശം വരുത്തിയിട്ടില്ല. ഞങ്ങളുടെ തല ഒരിക്കലും കുനിയില്ല. ഒപ്പം ഭാരതമണ്ണിന്റെ തലയും നിവർന്നു നിൽക്കും. അതിനുവേണ്ടി വഴി നടത്തുന്ന ആൾ എങ്ങനെയായിരിക്കും വേണ്ടത്? നമ്മുടെ ഭാരത പാരമ്പര്യം നശിപ്പിക്കുന്നവനാണോ വേണ്ടത്? രാമൻ എന്ന വാക്കിനെ സംശയിക്കുന്നവനാണോ നമുക്ക് വേണ്ടത്? രാമൻ ഇപ്പൊ അമ്പലം കെട്ടുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നവനാണോ വേണ്ടത്? ഏത് കോളേജിലാണ് രാമൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി വാങ്ങിയതെന്ന് ചോദിക്കുന്നവനാണോ വേണ്ടത്? രാമൻ എന്നൊരാളില്ല, അത് നുണയാണെന്നു പറയുന്നു. അയോധ്യയെ അസത്യമാണെന്നു പറയുന്നു. ബുദ്ധിശൂന്യരായ വൃത്തികെട്ട ജനങ്ങൾ. ഇവരെല്ലാമാണോ നമുക്ക് വഴികാട്ടിയാവേണ്ടവർ? തീർച്ചയായുമല്ല. നമുക്കൊരു ഉത്തമനായ വഴികാട്ടിയാണ് വേണ്ടത്. അദ്ദേഹം ഭാരതഭൂമിയെ മനസ്സിലാക്കിയിരിക്കണം. ഭാരത മണ്ണിനെ ബഹുമാനിക്കുന്നവനായിരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ രജത് സർ, ഏതു മനുഷ്യനാണ് പാർലമെന്റിന്റെ വാതിൽക്കൽ വന്ന് നമസ്കരിച്ചിട്ടുള്ളത്? അദ്ദേഹം പാർലമെന്റിനെ ഒരു അമ്പലമായാണ് കരുതിയത്. അദ്ദേഹം പാർലമെന്റിനകത്ത് വന്നിരുന്ന് എന്തിനെ ദൈവമായി ആരാധിച്ചിരുന്നുവോ ആ സ്ഥലത്ത് അദ്ദേഹം വന്നിരുന്ന് ഭാരത മണ്ണിന്റെ ഭാഗ്യം തന്നെ മാറ്റിക്കാട്ടും. ഭാരത മണ്ണിന് ഒരിക്കലും ദ്രോഹം ചെയ്യില്ല. ഇത് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. ശരിക്കും തെളിയിച്ചു തന്നു. അതോടൊപ്പം പലരും ഈ ക്ഷണക്കത്ത് നിരാകരിച്ചിരിക്കുകയാണ്. ഉദാഹരണത്തിന് അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്റെ രാമന്റെ ക്ഷണം ആരൊക്കെ നിരാകരിക്കുന്നുവോ അവരെയൊക്കെ തീർച്ചയായും ഭാരതത്തിലെ ജനങ്ങൾ നിരാകരിക്കും. ഇപ്പോൾ ജനങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് താങ്കളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ഇവിടെ പലരും താല്പര്യപ്പെടുന്നുണ്ട്. നമസ്കാരം മൃദാംബരാമേ. എന്റെ ചോദ്യം എന്താണെന്നാൽ, അടുത്ത ഇലക്ഷനിൽ മോദിജി ജയിക്കുമോ? 3ാമത്തെ തവണയും അദ്ദേഹം PM ആവുമോ? തീർച്ചയായും ആകും. അതിൽ യാതൊരു സംശയവും വേണ്ട. മോനെ, ഈ തീരുമാനം ജനങ്ങൾ എന്നോ മനസ്സിലേറ്റി. ജനങ്ങൾക്ക് നന്നായി അറിയാം നമ്മുടെ നാടിന്റെ ഭാവികാലവും അതിന്റെ പവിത്രതയും ഇതിന്റെ രണ്ടിന്റെയും ഗ്യാരണ്ടി മോദിജിയാണെന്ന്. അതുകൊണ്ട് ഈ 2024 അദ്ദേഹത്തിന്റേതാണ്. ശരി, നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും ആ ഐഡിയ വന്നില്ലേ, എനിക്ക് MP ആകണം, മന്ത്രിയാകണം, PM ആവണമെന്നുള്ള? ജഡ് സർ, രാഷ്ട്രീയം എന്റെ ജോലിയല്ല. എന്റെ ജോലി ഭക്തിഗാനം പാടുക എന്നുള്ളതാണ്. നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾക്ക് അതിന്റെ പാരമ്പര്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. കർത്തവ്യം എങ്ങനെ നിറവേറ്റുമെന്ന് പറഞ്ഞു കൊടുക്കുക. ഒപ്പം നമ്മുടെ പൂർവികർ എങ്ങനെയൊക്കെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതിനൊപ്പം ഇപ്പൊ ഇടയിൽ രാമജന്മഭൂമിയുടെ വിഷയം വന്നപ്പോ ഗുരുദേവൻ പറഞ്ഞു, ഋതംബര,
ഇതിനെപ്പറ്റി നീ ജനങ്ങളോട് പറയണം. അദ്ദേഹം പറഞ്ഞതാ ഞാനിപ്പോ ചെയ്യുന്നത് രജത് സർ. രാമനാമം നീ ജപിച്ചിടേണം, എങ്കിൽ ജീവിതം തന്നെ ധന്യമാകും. നിന്റെ ഹൃദയത്തിൽ രാമനുണ്ട്, അവൻ എന്നും അവിടെ നിലനിൽക്കും. നിന്റെ ശ്വാസത്തിൽ രാമനില്ലയെങ്കിൽ നിന്റെ ജീവിതം തന്നെ ഇല്ലാതാകും. അദ്ദേഹത്തിന്റെ നാമം നീ ഉരുവിടൂ, നിനക്കൊരിക്കലും നാശം വരികില്ല. അമ്പലം ഞങ്ങൾ കെട്ടിക്കഴിഞ്ഞു, അത് കെട്ടേണ്ടിടത്തു തന്നെ കെട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്റെ ഗുരുദേവൻ എന്നോട് എന്താണ് ആജ്ഞാപിച്ചതെന്ന് വെച്ചാൽ, അത് അമ്പലത്തിനു വേണ്ടി നീ കഠിന പ്രയത്നം ചെയ്യണം, ധർമ്മത്തിനു വേണ്ടി നീ പരിശ്രമിക്കണം, ഒപ്പം എല്ലാവരെയും സമത്വത്തോടെ നോക്കണമെന്നൊരു പാഠവും എന്നോട് പറയാൻ പറഞ്ഞു. അദ്ദേഹം എന്തു പറഞ്ഞോ അതാണ് ഞാൻ ചെയ്യുന്നത്. രാഷ്ട്രീയം എന്റെ ജീവിതത്തിന്റെ ഭാഗമല്ല. അതുമാത്രമല്ല, 1991 എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, താങ്കളെ സോണിയാഗാന്ധിക്കെതിരായിട്ട് മത്സരിക്കാൻ പറഞ്ഞിരുന്നു. ആ പറഞ്ഞത് നേരാണ്. എന്റെ ഗുരുദേവൻ എന്നെ എതിർത്തിരുന്നു. മാത്രമല്ല, എനിക്കും രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലായിരുന്നു. മാത്രമല്ല രജത് സർ, ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കും. രാഷ്ട്രീയം കളിക്കാൻ അറിയില്ല. ഇവിടെ നോക്കൂ, യോഗി ആദിത്യനാഥ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. അദ്ദേഹവും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വരുന്നത്. ഇന്ന് അദ്ദേഹം ജയിച്ച് കാണിച്ചിരിക്കുകയാണ്. ശരിയാണ്, അത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കഴിവാണെന്ന് പറയാം. യുപിക്ക് ഒരു സമർത്ഥനായ നേതാവിനെ കിട്ടിയെന്നു പറയാം. അയോധ്യയെ പറ്റി പറയുമ്പോഴൊക്കെ എനിക്ക് കണ്ണീർ വരും. അതുപോലെ ലക്നൗ വൈഭവങ്ങളെ കാണുമ്പോഴും. ഞാനതിന് ലക്നൌവിലുള്ളവളല്ല, പക്ഷെ അത് നമ്മുടെ തീർത്ഥസ്ഥലമായിരുന്നു. അതിന്റെ ആ പവിത്രത, അവിടത്തെ ആ ദൈവ ചൈതന്യം, ഇതൊക്കെ എത്ര വലിയ കാര്യമാണ് രജത് സർ. ഞാൻ എപ്പോഴും പറയും ഭാരതമാത അത്ഭുതം നിറഞ്ഞവളാണെന്ന്. ഭാരതമാതാവ് യഥാസമയം തന്റെ ഗർഭത്തിൽ നിന്നും മഹത് വ്യക്തികൾക്ക് ജന്മം നൽകുമെന്ന്, അവർ നമ്മുടെ നാടിന്റെ അഭിമാനമാവുമെന്ന്. അതുപോലെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ യോഗിയും. അയോധ്യ നഗരം മുഴുവനും ദീപങ്ങളാൽ അലങ്കരിക്കപ്പെട്ടു. ഓരോ ദീപാവലിക്കും വിമാനത്തിൽ നിന്നും ശ്രീരാമൻ ഇറങ്ങി വരും. വന്നാലോ അയോധ്യയെ തന്നെ ധന്യമാക്കും. അതുകൊണ്ട് ഇതുപോലെയുള്ളൊരു സന്യാസി അല്ലെങ്കിൽ ഒരു വഴികാട്ടിയെ നമുക്ക് കിട്ടിയെന്നുള്ളത് നമ്മൾ ചെയ്ത പുണ്യമാണ്, ഭാരതത്തിന്റെയും. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? അതായത് കേജ്രിവാൾ പറഞ്ഞതുപോലെ അദ്ദേഹം എല്ലാ ചൊവ്വാഴ്ചയും ഹനുമാൻ ചാലിസ പഠിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ലാഭമുണ്ടാവുമെന്നാണോ? അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധി ഉണ്ടാവും. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്, ഈ രാജ്യത്ത് സിറ്റുവേഷൻ മാറുന്നുണ്ടോ? പൊളിറ്റീഷ്യൻസ് അമ്പലങ്ങളിൽ പോകുന്നു, ഹനുമാൻ ചാലീസയൊക്കെ മനപ്പാടമാക്കുന്നു. തീർച്ചയായും രജത് സർ, സാഹചര്യം മാറുന്നുണ്ട്. അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുമുണ്ട്. തെറ്റുകളും ചെയ്ത് കാവ്യവസ്ത്രവും ധരിച്ചുകൊണ്ട് എന്തിനാണിങ്ങനെ അലയുന്നത്? നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ, നമ്മുടെ പാരമ്പര്യത്തോട് ഇണങ്ങിച്ചേർന്നവരാണെങ്കിൽ, ഇന്നുവരെ നിങ്ങൾ സന്യാസിനികളെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പാരമ്പര്യത്തെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, അതൊക്കെ പലരെയും സന്തോഷപ്പെടുത്താൻ ചെയ്തതാണ്. ഈ മണ്ണിന് ദ്രോഹമാണ് ചെയ്തിരുന്നത്. ഇപ്പോഴുണ്ടല്ലോ, ഇവർ നടത്തുന്ന ഈ നാടകം ജനങ്ങൾക്ക് മനസ്സിലായി. അത്രയുള്ളൂ കാര്യങ്ങള്. ജനങ്ങൾക്ക് എല്ലാ കാര്യവും അറിയാം രജത് സർ.